ഇന്ന് ഓശാനയാണ്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ആലോചിക്കുകയായിരുന്നു, ഞങ്ങളൊരു ഗ്യാങ് ഇത്തിരി കുസൃതി കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളൊരു ഏറ്റവും നീളമുള്ള ഓലയൊക്കെ എടുത്തിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുന്നിലുള്ള ജൂനിയറായിട്ടുള്ള കുട്ടികളുടെ ഇങ്ങനെ കഴുത്തിലൊക്കെ ഇങ്ങനെ തോണ്ടുമായിരുന്നു. ഒരു കുസൃതി. അപ്പോഴൊക്കെ ഇങ്ങനെ വികാരിച്ചൻ ഇങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ കണ്ണുരുട്ടിയൊക്കെ നോക്കും. വെഞ്ചരിച്ചതാണ്, യേശുവിൻ്റെ സാന്നിധ്യമൊക്കെ ഉള്ളതെന്നൊക്കെ പറഞ്ഞു തരുമായിരുന്നു. വർഷം ഇങ്ങനെ കൂടുന്തോറും ഇതിൻ്റെ ഒരു കൗതുകവും ഇതിൻ്റെ ഒരു വിശുദ്ധിയൊക്കെ നമ്മൾ ഇങ്ങനെ വിട്ടുപോകും. പിന്നെ ഇതൊരു ആചാരത്തിൻ്റെ ഭാഗമാണ് അല്ലേ? എത്ര കാലമായി നമ്മളിങ്ങനെ ഈ ഒരു ഓല പിടിച്ചിട്ട് ഇങ്ങനെ നഗരി കൂടിയും ദേവാലയത്തിന് ചുറ്റുമൊക്കെ വലം വയ്ക്കണേ. ഒരു ഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവരായി നമുക്ക് ഇതൊരു ആചാരത്തോളം ചുരുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ചില നൊമ്പരങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യർക്ക് മാത്രമാണ് ഈ ഓല ആചാരത്തിനപ്പുറം അനുഭവമായിട്ട് മനസ്സിലാക്കുള്ളൂ. കാരണം വർഷങ്ങൾക്ക് മുൻപ് മുന്നോട്ടേക്ക് പോകാനായിട്ട് ഇനി തീരെ ഗതിയില്ല എന്ന് വിചാരിച്ചിരുന്ന മനുഷ്യർ, തീരെ അടിച്ചമർത്തപ്പെട്ട ഒരു മനുഷ്യർ, ഒരു രാജാവ് കടന്നു വന്നപ്പോൾ അവനെ വരവേൽക്കാനായിട്ട് ഉപയോഗിച്ച പനയോലകളുടെ ഒരു കേരള വെർഷനൊക്കെയാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന ഈ കുരുത്തോല. ഈ ഓല അന്ന് പറയാൻ ഉദ്ദേശിച്ചത്, ലോകത്തോട് പറയാൻ ഉദ്ദേശിച്ചത് ഇത്രേ ഉള്ളൂ: എനിക്കൊരു രാജാവുണ്ടെന്നുള്ളതാണ്. ഇന്ന് ഈ ഓല നമ്മളോട് പറയുന്നത് തന്നെയാണ്. എൻ്റെ ഒരു നൊമ്പരങ്ങളുടെ ഒരു മുന്നിൽ, എൻ്റെ ഒരു സങ്കടങ്ങളുടെ മുൻപിൽ ലോകം ഇങ്ങനെ കാണാതെ നിൽക്കുമ്പോഴും ഞാൻ ലോകത്തോട് പറയുകയാണ്, എനിക്കൊരു രാജാവുണ്ട്. കുരുത്തോല നമ്മളോട് പറയുന്നത് തന്നെയാണ്, നമുക്കൊരു രാജാവുണ്ടെന്നുള്ളത്. മലയാളത്തിൽ എഴുത്തുകാരിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട എഴുത്തുകാരിൽ ഒരാൾ ഒ വി വിജയനാണ്. ഒരു ഈശ്വരവാദിയായിട്ടൊന്നും അല്ലെങ്കിൽ ഈശ്വരവിശ്വാസിയായിട്ടൊന്നും അദ്ദേഹത്തെ വായിക്കുമ്പോൾ നമുക്ക് തോന്നിയിട്ടില്ല, ആണെന്നും ഞാൻ കരുതുന്നില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ എവിടെയൊക്കെ ഒരു ഈശ്വരനോടുള്ളൊരു ചായ്വുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. പ്രവാചകൻ്റെ വഴിയാണെന്ന് തോന്നുന്നു ആ പുസ്തകത്തിലൊരു നിരീശ്വരവാദിയായ ഒരു കഥാപാത്രമുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് ചാമിയാരപ്പൻ എന്നൊരു പേരിലാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഒരു ദിവസം ഒരു പ്രാർത്ഥനാലയത്തിൻ്റെ മതിലൊരു ആണി കൊണ്ട് ദൈവമില്ല എന്ന് എഴുതി വയ്ക്കാനായിട്ട് വന്നേക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ കോറി ഇടുന്ന വേളയിലാണ് അദ്ദേഹത്തിൻ്റെ ഉറ്റ ചങ്ങാതിയായ ഒരു മനുഷ്യൻ ഈ പ്രാർത്ഥനാലയത്തിൻ്റെ മുന്നിൽ വന്നിരിക്കുന്നത് കാണുന്നത്. തികഞ്ഞ ഈശ്വരവിശ്വാസിയായ ഒരു മനുഷ്യനാണ്. ഇദ്ദേഹം എന്താ ചെയ്യണമെന്ന് അറിയാനായിട്ട് ഈ ചാമിയാരപ്പൻ ഒരു ചെടിയുടെ പിന്നിൽ ഇങ്ങനെ മറിഞ്ഞിരിക്കുകയാണ്. എന്താ ചെയ്യണേ? അദ്ദേഹം ഈ പ്രാർത്ഥനാലയത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ വന്നിട്ട് മതിമറന്ന് ഇങ്ങനെ നൃത്തം ചെയ്യാണ്. ഇടയ്ക്ക് എടുത്തിരുന്ന വസ്ത്രം പോലും അഴിഞ്ഞു പോകുന്ന അദ്ദേഹം ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ മനുഷ്യനെ പറ്റിയിട്ട് നമ്മൾ വായിക്കുക, അതായത് ഒരു അത്യാവശ്യം സാമ്പത്തികമൊക്കെ ഉള്ള വീട്ടിലെ ഒരു മനുഷ്യനാണ്. പക്ഷേ ഒറ്റയ്ക്കാണെന്ന് പറയാനായിട്ട് ബന്ധുക്കളില്ല എന്നല്ല, കൂടപ്പുറപ്പുകൾ കുറച്ച് പേരൊക്കെ ഉണ്ട്. പക്ഷേ ഇയാളുടെ കാലം കഴിയാനായിട്ട് കാത്തിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഴുകൻ ഒരു ശവം കാത്തിരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ മരിക്കാൻ കാത്തിരിക്കുന്ന പോലെ കൊത്തിപ്പറിക്കാനായിട്ട്, ഇയാളുടെ സ്വത്തുക്കളൊക്കെ കൈവശപ്പെടുത്താനായിട്ട് കാത്തിരിക്കുന്ന ചിലവരുടെ ഇടയിൽ. അപ്പോൾ ഒരു ദിവസം ഇദ്ദേഹം ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ശവന്തീനികൾക്കും കള്ളന്മാർക്കും തൻ്റെ സ്വത്തൊക്കെ വിട്ടുകൊടുത്തിട്ട് ഇയാളിങ്ങനെ ഇറങ്ങി വരികയാണ്. എന്നിട്ടാണ് ഈ പ്രാർത്ഥനാലയത്തിൻ്റെ മുന്നിൽ ഇദ്ദേഹം ഇങ്ങനെ മതിമറന്ന് കാണുന്നത്. ഇത് കണ്ടുകൊണ്ടാണ് നിരീശ്വരവാദിയായിട്ടുള്ള ഈ ചാമിയാരപ്പൻ നിൽക്കുന്നത്. ഈ നൃത്തത്തിൻ്റെ ഇടയ്ക്ക് ഈ മനുഷ്യനേക്ക് ശ്രദ്ധ പെട്ടെന്ന് വരുന്നു. അദ്ദേഹം നിർത്തുന്നു. ഇദ്ദേഹത്തിനൊരു കൗതുകം, എന്തുകൊണ്ടാണ് നിരീശ്വരവാദി ഒരാൾ ഇങ്ങനെ ഈ ഒരു പ്രാർത്ഥനാലയത്തിൽ? അദ്ദേഹം ചോദിക്കും, എന്ത് ഭ്രാന്താണ് തനിക്ക്? അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ വിളിച്ച് കാണിക്കും, ഞാൻ ഈ മതിലിൽ ദൈവമില്ല എന്ന് കോറിയിടാനായിട്ട് വന്നതാണ്. എന്നിട്ട് ഈ നിരീശ്വരവാദിയായ ഈ മനുഷ്യൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിക്കും, നിനക്കും ഭ്രാന്തായല്ലേ? എന്നിട്ട് പറയുന്നൊരു കാര്യം ഇതാണ്, പക്ഷെ നിൻ്റെ ഭ്രാന്തിനുള്ളിലൊരു ഉത്സവമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പ്രിയമുള്ളവരെ, ലോകം കടന്നു പോകുന്ന അതേ ബുദ്ധിമുട്ടുകളിലൂടെയാണ് ക്രൈസ്തവരായ നമ്മളും കടന്നു പോകുന്നതല്ലേ? ലോകം അനുഭവിക്കുന്ന ഏകാന്തത, പ്രിയപ്പെട്ടവർ വേർപെട്ടു പോകുന്നു, ദാരിദ്ര്യവും കഷ്ടപ്പാടും ഇങ്ങനെ വല്ലാണ്ട് വലയ്ക്കുന്നു. എന്നിട്ടും ലോകം നമ്മളെ കാണുമ്പോൾ, നമ്മളുടെ ഒരു പ്രതീക്ഷ കാണുമ്പോൾ നമ്മളോട് ചോദിക്കണം, എന്താണ് ഉള്ളിൽ ഇത്ര ഉത്സവം? ഒറ്റൊരു കാര്യമുള്ളൂ, ഈ കുരുത്തോല നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്, എനിക്കൊരു രാജാവുണ്ട്. ലോകത്തിന് മുൻപിൽ നമ്മളിതിങ്ങനെ പൊക്കിപ്പിടിച്ച് നമ്മൾ പ്രദക്ഷിണം വെച്ചത് ലോകത്തോട് ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ബുദ്ധിമുട്ടുകളുടെ നടുവിൽ എന്നെ മുന്നോട്ട് നയിക്കാനായിട്ട് ഒരു രാജാവുണ്ട്, ഈശോ. എൻ്റെ ബുദ്ധിമുട്ടുകളോട് ഞാൻ ഈ ഓല പൊക്കിപ്പിടിച്ചിട്ട് നമ്മൾ ഉയർത്തി കാണിക്കുന്നത്, എൻ്റെ ഒരു ദുരിതത്തിൻ്റെയൊക്കെ ഒരു സമയത്ത് ഞാൻ ഈ കുരുത്തോല കൊണ്ട് ഞാൻ ആ ദുരിതങ്ങളോട് പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഏകാന്തതയോട് പറയുന്നത് ഒറ്റ കാര്യമുള്ളൂ, എനിക്കൊരു രാജാവുണ്ട്, എന്നെ മുന്നോട്ടേക്ക് നയിക്കുന്ന ഒരു രാജാവ്, ഈശോ. ദാവീദും വാഗ്ദാന പേടകത്തിൻ്റെ മുന്നിൽ ഇത്തരത്തിൽ നൃത്തം ചെയ്യുന്നത് നമ്മൾ സാമുവേൽ പ്രവാചകൻ്റെ 2-ാം പുസ്തകത്തിൽ കാണുന്നുണ്ട്. അദ്ദേഹം ഒരു ചണവസ്ത്രം മാത്രം എടുത്തിട്ടാണ് ഇങ്ങനെ നൃത്തം ചെയ്യുന്നത്. മതിമറന്ന് ഇങ്ങനെ ആടി തൻ്റെ പട്ടണത്തിലേക്ക് വാഗ്ദാന പേടകം കൊണ്ടുവരുന്ന ഒരു രംഗം സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലുണ്ട്. തൻ്റെ ഭാര്യ പോലും നിന്നയോടെ അദ്ദേഹത്തെ നോക്കുന്നുണ്ട്. പക്ഷേ ദാവീദിനറിയാം താൻ ഇവിടെ എത്തിയതിൻ്റെ പിന്നിൽ ആരാണെന്ന്. ആരായിരുന്നു ദാവീദ്?
സാമുവേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, സാമുവേൽ പ്രവാചകൻ ജസ്സെ, അതായത് ദാവീദിൻ്റെ അപ്പനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നൊരു മനോഹരമായ രംഗമുണ്ട്. എന്നിട്ട് സാമുവേൽ പ്രവാചകൻ ജസ്സയോട് പറയും, തങ്ങളുടെ മക്കളിൽ ഒരാളെയാണ് ദൈവം രാജാവാക്കിയിരിക്കുന്നത്. അത് കേട്ട് ജസ്സെ തൻ്റെ മിടുക്കന്മാരായ മക്കളെയൊക്കെ ഇങ്ങനെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തും. സാമുവേലിന് പോലും സംശയം, ശരിയാണ് ഇയാളായിരിക്കും ചിലപ്പോൾ രാജാവാക്കി. പക്ഷേ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്, ഇവരാരെയും ഞാൻ തിരഞ്ഞെടുത്തിട്ടില്ല. ആദ്യത്തെ 7 പേരെ കൊണ്ടുവന്ന് നിർത്തി കഴിഞ്ഞതിന് ശേഷം സാമുവേൽ പ്രവാചകൻ ജസ്സയോട് ചോദിച്ചു, ഇനി ആരെങ്കിലും ഉണ്ടോ? ഇനിയൊരു പയ്യനും കൂടി ഉണ്ട്, അവൻ ആട് മേയ്ക്കാനായിട്ട് പോയിരിക്കുകയാണ്, എന്നാൽ അവനെ വിളിക്കുക. സ്വന്തം അപ്പൻ പോലും എണ്ണത്തിൽ പെടുത്തിയിട്ടില്ല. നമ്മളെ ആരും കാണുന്നില്ല എന്നൊക്കെ നമ്മൾ കരുതുന്നുണ്ടെങ്കിൽ ഈ ഓല ഒന്ന് പൊക്കി പിടിച്ചിട്ട് നമ്മളോട് തന്നെ പറയണം, ഈ ഓല നമ്മളോട് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു രാജാവുണ്ടെന്നുള്ളതാണ്. ആരുടെ കണ്ണിൽ പെട്ടില്ലെങ്കിലും അവൻ്റെ കണ്ണിൽ നമ്മൾ പെടും എന്നുള്ളതാണ്. നമുക്ക് വാൻ തുവാൻ എന്ന് പറഞ്ഞൊരു ബിഷപ്പുണ്ട്, ഒരു വിയറ്റ്നാമീസ് ബിഷപ്പ്. ഒരുപാട് വർഷക്കാലം ജയിലിൽ, കമ്മ്യൂണിസ്റ്റ് ഭരണം ജയിലിലടച്ച ഒരു ബിഷപ്പ്. അതിൽ ഒരുപാട് വർഷം ഏകാന്ത തടവായിരുന്നു. ഇദ്ദേഹം പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തോട് ചോദിച്ച ചോദ്യങ്ങളിൽ നിന്ന്, പിതാവെ അങ്ങ് ഒത്തിരി കാലം ഇങ്ങനെ ഏകാന്തതയൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ജയിലായിരുന്നു, പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പറ്റിയിരുന്നു? ഇദ്ദേഹം പറയുകയാണ്, പ്രാർത്ഥിക്കാൻ പറ്റാത്ത ദിവസങ്ങളുണ്ടായിരുന്നു, സംഘർഷങ്ങൾ നിറഞ്ഞ ദിവസമുണ്ടായിരുന്നു. പക്ഷെ അതിനെയൊക്കെ മറികടക്കാനായിട്ട് ഇദ്ദേഹത്തെ സഹായിച്ചത് ഇദ്ദേഹത്തിന് ചെറുപ്പത്തിൽ കേട്ടൊരു കുഞ്ഞു കഥയാണ്. ഒരു ജിം എന്ന് പറഞ്ഞൊരു മനുഷ്യനെ പറ്റിയിട്ടുള്ളൊരു കഥ. ജിം എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനാണ്, ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധാരണ മനുഷ്യൻ. ഈ മനുഷ്യൻ ഫാക്ടറിയിലേക്ക് ഉച്ചയ്ക്ക് പോകുന്ന വഴിക്ക് വഴിമധ്യേയുള്ള ഒരു ദേവാലയത്തിൽ കയറിയിട്ട് പെട്ടെന്ന് കയറി പെട്ടെന്ന് ഇറങ്ങി വരും. അപ്പോൾ ഇത് കാണുന്ന കപ്പ്യാർക്കൊരു വല്ലാത്തൊരു കൗതുകം. ഒരു കൊന്തയ്ക്ക് പോലും മിനിമം ഒരു 15 മിനിറ്റെങ്കിലും എടുക്കും. പിന്നെ ഇയാൾ എന്ത് പ്രാർത്ഥന എത്തിച്ചാൽ തിരിച്ചു തന്നെ. അപ്പോൾ ഒരു ദിവസം ഇറങ്ങി വരുന്ന വഴിയിൽ വെച്ച് എന്നെ പിടിച്ചിട്ട് ചോദിച്ചു, താങ്കൾ എന്താണ് പ്രാർത്ഥിക്കണേ ഇത്ര പെട്ടെന്ന് ഇറങ്ങി വരാനായിട്ട്? അപ്പോൾ ഈ ജിമ്മ് പറയും, ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, ഈശോയെ ജിമ്മ് ഇവിടെ വന്നിട്ടുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഈ ജിമ്മ് ഒരു വയസ്സായവരെ നോക്കുന്ന ഒരിടത്ത് ഇങ്ങനെ താമസിക്കുമ്പോൾ മറ്റുള്ളവരെല്ലാവരും ഇങ്ങനെ ഒരു ദുഃഖപൂർണമായിട്ടുള്ള മുഖത്തോടു കൂടിയൊക്കെ ഇരിക്കുമ്പോൾ ജിമ്മ് മാത്രം എപ്പോഴും ഹാപ്പിയാണ്. ഡോക്ടർക്കൊരു കൗതുകം. ഡോക്ടർ ഈ മനുഷ്യൻ്റെ അടുത്ത് ചെന്നിട്ട് ചോദിച്ചു, താങ്കൾക്ക് മാത്രം എന്താണ് ഇത്ര സന്തോഷം? അപ്പോൾ ഈ ജിമ്മ് പറയുന്ന കാര്യമുണ്ട്, ഒരു 12 മണി നേരം ആകുമ്പോൾ ഈശോൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ഈശോ ഇവിടെ ഉണ്ട്. ഇവിടെയുള്ളവർ ഈ കുരുത്തോല നമ്മളോട് സംസാരിക്കുന്ന ഒറ്റ കാര്യമുള്ളൂ, ഈശോ കൂടിയുണ്ട്. നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ 14-ാം വാക്യം നമ്മൾ വായിക്കുമല്ലേ, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നു. കഴിഞ്ഞ കൊല്ലം നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് താരമായ ജമീമയെ പറ്റിയിട്ട് ജമീമ തൻ്റെ ബുദ്ധിമുട്ടുള്ള സമയത്ത് ചൊല്ലിയിരുന്ന ഒരു വചനമൊക്കെയാണെന്ന് നമ്മൾ പത്രങ്ങളിലും മറ്റു മീഡിയകളിലൊക്കെ വായിച്ചൊരു കാര്യം. അതിൻ്റെ ഒരു പശ്ചാത്തലം നമുക്ക് നന്നായിട്ട് അറിയാം. ഇസ്രായേൽക്കാർ ഈജിപ്തിൽ നിന്ന് വിമോചിതരായിട്ട് പുറത്തേക്ക് വരുന്നു. അവർ ചെങ്കടലിൻ്റെ മുന്നിലെത്തി. അപ്പോഴാണ് ഫറവോയ്ക്ക് തോന്നിയത് അവർ വിടണ്ടായിരുന്നു. ഫറവോ തൻ്റെ രഥങ്ങളും തൻ്റെ പടയാളികളൊക്കെ ആയിട്ട് ഇവരെ പിന്തുടരുന്നു. ഇസ്രായേൽക്കാർ തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിൽ ഫറവോ, ഫ്രണ്ടിൽ ആർത്തിരമ്പുന്ന കടൽ. എന്ത് ചെയ്യും? മോശയ്ക്കെതിരെ തിരിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ഈജിപ്തിൽ ശവക്കല്ലറുകളില്ലാത്തതുകൊണ്ടാണോ ഞങ്ങൾ നിങ്ങളെ കൊണ്ടുവന്നത്? അവരുടെ അടിമയായിട്ട് മരിക്കുന്നതായിരുന്നു ഇതിനും ഭേദം. അപ്പോൾ മോശ ഇവരോട് പറയുന്നൊരു കാര്യമാണ്, ശാന്തരായിട്ടിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുമെന്ന്. ഇവിടെയുള്ളവർ ഈ ഓശാന നമ്മൾ ഓർമ്മിപ്പിക്കുന്ന ഒറ്റൊരു കാര്യമുള്ളൂ, ഈശോ നമുക്ക് വേണ്ടിയിട്ട് ഉണ്ട് എന്നുള്ളത്. നമ്മളുടെ ഒരു പ്രയാസങ്ങൾ നമ്മുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കുമ്പോഴും പിന്തിരിഞ്ഞു പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മളിങ്ങനെ പെട്ടുകിടക്കുമ്പോഴും നമ്മൾക്കൊരു വഴികാട്ടിയായിട്ട് നമ്മുടെ രാജാവ് ഈശോ കൂടെ ഉണ്ടെന്നുള്ളതാണ്. ഈ വലിയൊരു പ്രതീക്ഷ നമ്മൾ മുന്നോട്ട് നയിക്കട്ടെ. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, കർത്താവ് നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിരെ നിൽക്കും? എല്ലാവർക്കും നല്ലൊരു ഓശാന ദിനം ആശംസിക്കുന്നു. ഈശോ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.